അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, റമളാൻ നമ്മളിൽ നിന്ന് വിട വാങ്ങുന്നു. അതിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ ഈ അവസാനത്തെ 10 ദിവസങ്ങൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മളറിയാതെ പലരും ഷോപ്പിങ്ങിലായും അതുപോലെ കടകമ്പോളങ്ങളിൽ രാത്രി മുഴുവനും കയറിയിറങ്ങി നടക്കുന്ന ഒരവസ്ഥയിലേക്കായി മാറുന്നത്. സത്യത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ മരണത്തെക്കുറിച്ചാണ്, നമ്മുടെ ഖബറിനെക്കുറിച്ചാണ്, നമ്മുടെ പരലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കോവിഡിന് മുൻപുള്ള ഒരു റമളാൻ, എൻ്റെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ റമളാനിൻ്റെ നോമ്പുകളൊക്കെ അനുഷ്ഠിച്ച് ഷവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടു. അങ്ങനെ ആ മാസപ്പിറവി ദർശിച്ചതോടുകൂടി ആഹ്ലാദത്തിലും സന്തോഷത്തിലുമൊക്കെയായി ആ സഹോദരൻ പിറ്റേ ദിവസം ഈദ് മുസല്ലയിലേക്ക് പോകുമ്പോൾ ധരിക്കാനുള്ള വസ്ത്രവും അയാളുടെ എല്ലാം അയൺ ചെയ്ത പുതുവസ്ത്രങ്ങളൊക്കെ അയാൾ മടക്കി വെച്ചതിന് ശേഷം ഉറക്കത്തിലേക്ക് പോയി. പക്ഷെ ആ ഉറക്കം തിരിച്ചു വരാത്ത റബ്ബിലേക്കുള്ള പരലോകത്തേക്കായിരുന്നു. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്കാകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തും, സല്ലി സ്വലാത്ത മുവദ്ദിഅൻ, ഇത് വിടവാങ്ങലിൻ്റെ നമസ്കാരമാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടെ നിങ്ങൾ നമസ്കരിക്കുക. അപ്പോഴാണ് ആ നമസ്കാരത്തിന് ചൈതന്യമുണ്ടാകുന്നത്. അതുപോലെ നമസ്കാരം, ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ അവസാനത്തെ റമളാനാണെങ്കിലോ പശ്ചാത്തപിക്കാൻ, റബ്ബിലേക്ക് കീഴൊതുങ്ങാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 ദിവസങ്ങളാകുമ്പോൾ, ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഷദ്ദ മഇസ്റഹു, പ്രവാചകൻ്റെ അരമുണ്ട് മുറുക്കി കൊടുക്കുകയും, വ അഹ്യാ ലൈലഹു, രാത്രിയെ സജീവമാക്കുകയും, വ അയ്ഖള അഹ്ലഹു, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യും. ഈ റമളാൻ നമുക്ക് നന്മയിലാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു